ചില മനുഷ്യർ കൂടെ കൂടെ പറയുന്നൊരു പദമുണ്ട്, നിശ്ചയമായും ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആ വാക്കൊരിക്കൽ കൂടെ ഇന്ന് രാവിലെ പറയണം. നിശ്ചയമായും യേശു നിങ്ങളെ അനുഗ്രഹിക്കും. 115 സങ്കീർത്തനത്തിലെ ഒരു വാക്യം, 12ാമത്തെ വാക്യം, യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ അനുഗ്രഹിക്കും. ഓർത്തോർത്ത് അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് ഇന്ന് വചനം പഠിപ്പിക്കുന്നത്. ഒരിക്കലും അനുഗ്രഹിക്കപ്പെടുവാൻ കഴിയാത്ത രീതിയിൽ നിങ്ങളുടെ ജീവിതം സാത്താനാൽ പിച്ചി കീറപ്പെട്ടെങ്കിൽ നിങ്ങൾ ഒന്നും പേടിക്കണ്ട. അലങ്കോലപ്പെട്ടതിനെ അലങ്കരിക്കുന്ന ദൈവം. ചില മനുഷ്യർ പറയാറുണ്ട്, ഈ അനുഗ്രഹങ്ങൾക്കൊന്നും ഞാൻ യോഗ്യനല്ല. പക്ഷെ ദൈവം നിന്നോട് കരുണ കാണിച്ചിരിക്കുക. നിങ്ങൾ മനസ്സിൽ പറയണം, നിശ്ചയമായും നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. പക്ഷെ ഒരു ചോദ്യം, ദൈവം നിങ്ങളെ ഓർക്കത്തക്കവണ്ണം എന്തെങ്കിലും കാര്യം നീ ദൈവസന്നിധി ചെയ്തിട്ടുണ്ടോ? ഒരിക്കലൊരു രാജാവ് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനാ വാചകം യെശയ്യാ പ്രവചനത്തിലുണ്ട്. കർത്താവേ, ഞാൻ നിനക്ക് വേണ്ടി ചെയ്തത് ഓർക്കണമേ. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നല്ല ആഹാരം തന്നു, നല്ല വസ്ത്രം തന്നു, നല്ല കുടുംബം തന്നു, വേണ്ടതെല്ലാം നമുക്ക് യേശു തന്നു. പക്ഷെ യേശു നിന്നെ ഓർക്കത്തക്കവണ്ണം എന്തെങ്കിലും ഒരു കാര്യം നിന്റെ ഈ കൊച്ചു ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? വിശന്നിരുന്ന ഒരുവന് നീ ആഹാരം കൊടുത്തിട്ടുണ്ടോ? വസ്ത്രമില്ലാത്ത ഒരുവന് നീ വസ്ത്രം കൊടുത്തിട്ടുണ്ടോ? നിനക്കിഷ്ടം പോലെ പൈസ തന്നപ്പോൾ ഒരു ചെറിയ വീട് വെക്കാൻ ഒരാളെ സഹായിച്ചിട്ടുണ്ടോ? പാവങ്ങളോട് അല്പമെങ്കിലും കരുണ കാണിച്ചിട്ടുണ്ടോ? ബൈബിളിലുണ്ട്, ഈ എളിയവന് ചെയ്തത് എനിക്ക് ചെയ്തിരിക്കും. നമ്മളൊരു മനുഷ്യനോട് കരുണ കാണിക്കുമ്പോൾ അത് യഹോവയ്ക്ക് നിങ്ങൾ വായ്പ കൊടുക്കുകയാണെന്നാ വായ്പ. ഈ ദിവസങ്ങളിൽ ദൈവം നിന്നെ ഓർക്കത്തക്കവണ്ണം ചിലത് ദൈവത്തിന് വേണ്ടി ചെയ്യുവാൻ ദൈവം നിനക്ക് അവസരങ്ങൾ തരട്ടെ. ഈ ദിവസങ്ങളിൽ ദൈവം നിന്നെ ഓർക്കും, ഓർത്തോർത്ത് അനുഗ്രഹിക്കും. ചിലരെയൊക്കെ ദൈവം അനുഗ്രഹിക്കുന്ന ലെവല് കണ്ടാൽ നമ്മൾ പോലും അത്ഭുതപ്പെട്ടു പോകും. ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടുവാൻ പറ്റുമോ? പറ്റും. നിങ്ങളുടെ മനസ്സ് നല്ലതായാൽ, സാധുക്കളോട് കരുണ കാണിച്ചാൽ ദൈവം നിന്നെ ഓർത്തോർത്ത് അനുഗ്രഹിക്കും. ഇന്നത്തെ മെസ്സേജ്, ഇന്നത്തെ ദൈവിക ദൂത്, ദൈവം നിന്നെ ഈ ദിവസങ്ങളിൽ, ഈ വർഷം തീരുന്നതിന് മുമ്പ് ഓർത്തോർത്ത് അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, അവർക്ക് കഴിവ് കൊടുത്തു, ആരോഗ്യം കൊടുത്തു, സമ്പത്ത് കൊടുത്തു, കുടുംബം കൊടുത്തു. കർത്താവേ, അങ്ങ് ഓർക്കത്തക്ക കാര്യങ്ങൾ ചെയ്യാൻ ഈ കൊച്ചു ജീവിതത്തിൽ അവർക്ക് കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കും. അവരെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആരെല്ലാം മറന്നാൽ ഓർത്തോർത്ത് നിന്നെ യേശു അനുഗ്രഹിക്കും.